ഇന്നത്തെ ക്ലാസ്സിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ 8ാമത്തെ സെഷനാണ് പഠിക്കുന്നത് കേട്ടോ. സീഡ്. ആൻജിയോസ്പേമില് സീഡാണ് സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. സീഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇത് ഈ ഫെർട്ടിലൈസ്ഡ് ഒവ്യൂൾ എന്നാണ് സീഡിനെ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഫെർട്ടിലൈസ്ഡ് ഒവ്യൂൾ ആണ് സീഡ് എന്ന് പറയുന്നത്. സീഡ്സ് ഫ്രൂട്ടിന്റെ ഉള്ളിലാണ് ആൻജിയോസ്പേമിൽ ഫോം ചെയ്യുന്നത്. ജിംനോസ്പേമിൽ സീഡ് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് ഫ്രൂട്ടിന്റെ ഉള്ളിലല്ല ഉണ്ടാവുക. ഫ്രൂട്ട് ഇല്ലാത്ത സീഡാണ് ജിംനോസ്പേമിൽ ഉണ്ടാവുക. ഒരു ടിപ്പിക്കൽ സീഡില് സീഡ് കോട്ടും ഉണ്ടാവും, കോട്ടിലിഡനും ഉണ്ടാവും, അതുപോലെ തന്നെ എംബ്രിയോ ആക്സിസും ഉണ്ടാവും. കോട്ടിലിഡനും എംബ്രിയോ ആക്സിസും എല്ലാം കൂടി കൂടിയതിട്ടുള്ള കേട്ടോ എംബ്രിയോ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ഒരു ടിപ്പിക്കൽ സീഡിനകത്ത് സീഡ് കോട്ടും ഉണ്ടാവും, എംബ്രിയോ ഉണ്ടാവും. എംബ്രിയോയ്ക്ക് കോട്ടിലിഡനും ഉണ്ടാവും, എംബ്രിയോണൽ ആക്സിസും ഉണ്ടാവും, പ്ലൂമ്യൂളും റാഡിക്കിളും എപ്പിക്കോട്ടൈൽ ഹൈപ്പോക്കോട്ടൈൽ റീജിയൻസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ അതിന്റെ ഡെവലപ്മെന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇനി കോട്ടിലിഡൻ എന്ന് പറയുന്നത് എംബ്രിയോന്റെ കോട്ടിലിഡൻ സിമ്പിൾ സ്ട്രക്ചർ ആണ് കേട്ടോ. അത് സാധാരണയായിട്ട് തിക്ക് ആൻഡ് സ്വെള്ളനാണ്. ഫുഡ് റിസർവ് ആണ് അതിനകത്ത് കാണുന്നത്. സാധാരണയായിട്ട് ഇത് ഡൈകോട്ടിലിഡിനസ് പ്ലാന്റ്സിലാണ് കോട്ടിലിഡൻ അങ്ങനെ തിക്കായിട്ട് ഫുഡ് സ്റ്റോറേജിന് വേണ്ടിയിട്ട് കാണുന്നത്. മെച്ചുവർ സീഡ്സ് ചിലപ്പോൾ ആൽബുമിനസ് ആയിരിക്കും, ചിലപ്പോൾ നോൺ ആൽബുമിനസ് ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ എൻഡോസ്പേം ഉള്ളതിനകത്ത് ഈ ഫുഡ് റിസർവ് കോട്ടിലിഡനകത്ത് കാണുന്നതിന് എക്സാമ്പിൾ ആണ് ലെഗ്യൂം, അതായത് പയറ്, ഗ്രൗണ്ട് നട്ട്, പയറ്. ഇതിനകത്തൊക്കെ നമുക്ക് കോട്ടിലിഡൻ കാണാൻ കഴിയും. അതിനകത്ത് കോട്ടിലിഡനകത്ത് ഫുഡ് സ്റ്റോറേജും ഉണ്ട് കേട്ടോ. ഇനി മെച്ചുവർ സീഡ് ചിലപ്പോൾ എൻഡോസ്പേം ഉള്ളതായിരിക്കാം, ചിലപ്പോൾ എൻഡോസ്പേം ഇല്ലാത്തതായിരിക്കാം. എൻഡോസ്പേം ഇല്ലാത്തത് സാധാരണ ഡൈക്കോട്ടിലും, എൻഡോസ്പേം ഉള്ളത് സാധാരണ മോണോകോട്ടിലും ആയിരിക്കും കാണാം. അപ്പൊ നോൺ ആൽബുമിനസ് എന്നാണ് എൻഡോസ്പേം ഇല്ലാത്തതിന് പറയാ, ആൽബുമിനസ് എന്നാണ് എൻഡോസ്പേം ഉള്ളതിന് പറയാ. നോൺ ആൽബുമിനസ് സീഡ്സിൽ നോ റെസിഡുവൽ എൻഡോസ്പേം. ആ എൻഡോസ്പേം ഉണ്ടാവില്ല. കാരണം എന്താന്ന് വെച്ചാല് അത് എംബ്രിയോന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്തിട്ടുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് പീ, ഗ്രൗണ്ട് നട്ട് ഒക്കെ. ആൽബുമിനസ് സീഡ്സിലാണെങ്കിൽ പാർട്ട് ഓഫ് എൻഡോസ്പേം റിമെയിൻ ചെയ്യുന്നുണ്ടാവും ഈവൻ ആഫ്റ്റർ ദ ഡെവലപ്മെന്റ് ഓഫ് ദ എംബ്രിയോ. എംബ്രിയോ ഡെവലപ്പ് ചെയ്തതിനു ശേഷവും നമുക്ക് ഈ പറയുന്ന എൻഡോസ്പേമിന്റെ ഒരു പാർട്ട് അതിനകത്ത് റിമെയിൻ ചെയ്യുന്ന കാണാം. അതൊക്കെ സാധാരണ മോണോകോട്ടിൽ കാണുന്നതാണ്. എക്സാമ്പിൾ വീറ്റ്, മെയ്സ്, ബാർലി, കാസ്റ്റർ. സൺഫ്ലവർ ഇല്ല കേട്ടോ. ഈ സൺഫ്ലവർ നിങ്ങൾ കളഞ്ഞേക്ക്. സൺഫ്ലവർ ഇതിനകത്ത് എൻഡോസ്പേം ഇല്ല, അത് തെറ്റാണ്. പുതിയ ബുക്കിനകത്ത് സൺഫ്ലവർ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയില്ല, ഇതിനകത്ത് ഞാൻ പുതിയ ബുക്കാണ് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്തിട്ട്, പക്ഷെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് സൺഫ്ലവർ ഇല്ല, ഗ്രൗണ്ട് നട്ട് വരെയുള്ളൂ. അപ്പൊ അതങ്ങ് വെട്ടിക്കളഞ്ഞേക്കണം കേട്ടോ. ഇനി ചില സീഡ്സിൽ ചിലപ്പോൾ ബ്ലാക്ക് പെപ്പർ, ബീറ്റ്, ഇതിനകത്തൊക്കെ ന്യൂസെല്ലസ് റിമെയിൻ ചെയ്യുന്ന കാണാം. ഈ ന്യൂസെല്ലസ് റിമെയിൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് പെരിസ്പേം എന്നാണ് കേട്ടോ. അതായത് റെസിഡ്യുവൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസിന് പറയുന്ന പേരാണ് പെരിസ്പേം. അതായത് എംബ്രിയോസാക്കിന്റെ ഡെവലപ്മെന്റിന്റെ സമയത്ത് യൂസ് ചെയ്യപ്പെടുന്ന സെൽസ് ആണ് ന്യൂസെല്ലസ്. എന്തിന്റെ ഉള്ളില്? ഒവ്യൂളിന്റെ ഉള്ളില്. ആ ഒവ്യൂളിന്റെ ഉള്ളിൽ എംബ്രിയോസാക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ന്യൂസെല്ലസ് തീരുന്നതാണ്. ന്യൂസെല്ലസ് തീരാതെ വീണ്ടും അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേര് പെരിസ്പേം എന്നാണ്. പെരിസ്പേം സാധാരണ കാസ്റ്ററിലും പെപ്പറിലും ബീറ്റിലും ഒക്കെ കാണാറുണ്ട്. കാസ്റ്ററിലും ഉണ്ട് കേട്ടോ പെരിസ്പേം. കാസ്റ്ററിലും പെപ്പറിലും ബീറ്റിലും ഒക്കെ നമുക്ക് സാധാരണ പെരിസ്പേം കാണാൻ കഴിയും കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഇൻ ആൻജിയോസ്പേംസ് ദ സീഡ് ഈസ് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇറ്റ് ഈസ് ഓഫൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫെർട്ടിലൈസ്ഡ് ഒവ്യൂൾ. സീഡ്സ് ആർ ഫോംഡ് ഇൻസൈഡ് ദ ഫ്രൂട്ട്സ്. A seed typically consists of seed coats, cotyledons and an embryo axis. The cotyledon, figure 215a. നമ്മൾ കോട്ടിലിഡൻ നമ്മൾ കണ്ടതാണല്ലോ ഓൾറെഡി. ആ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. 215a ഡയഗ്രാം. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. അത് ഇതാണ് കേട്ടോ രണ്ട് കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഈ കോട്ടിലിഡൻ സ്ട്രക്ചർ ദാറ്റ് ഈസ് എ പാർട്ട് ഓഫ് എംബ്രിയോ. എംബ്രിയോന്റെ പാർട്ടാണ് കോട്ടിലിഡൻ എന്ന് പറയുന്ന സ്ട്രക്ചർ കേട്ടോ. സീ ഹിയർ വി ക്യാൻ സേ ദിസ് ഇറ്റ് ഈസ് എവിടെയാണ്? Okay, the cotyledons of the embryo are simple structures, generally thick and swollen due to storage of food reserve as in legumes. Mature seeds may be non-albuminous or albuminous. Non-albuminous seeds have no residual endosperm as it is completely consumed during the embryo development. Example, pea, groundnut. Albuminous seeds retain a part of endosperm as it is not completely used up during the embryo development. Example, wheat, maize, barley, castor. Sunflower illa,
സൺഫ്ലവർ കളഞ്ഞേക്കാം കേട്ടോ. Occasionally, in some seeds such as black pepper and beet, remnants of nucellus are also persistent. This residual persistent nucellus that is called as perisperm. Okay, ഇനി നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Integuments of the ovules harden as tough protective seed coat that is seen in figure 215a. കാണിച്ചു തരാം. See here, the integument, it is ഈ സീഡിന്റെ കോട്ടിനെയാണ് ഇന്റഗ്യുമെന്റ് എന്ന് പറയുന്നത്. അയ്യോ, see here, this is the integument. Integument seed coat ആയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നുണ്ടോ? So this integument, it is developed as the seed coat. Outer integument seed coat testa എന്നും inner integument seed coat tegmen എന്നുമാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ടെസ്റ്റ ആൻഡ് ടെഗ്മെൻ. Okay, so integument of ovule harden as tough protective seed coats that include testa and ടെഗ്മെൻ. ഈ മൈക്രോപൈലാർ റീജിയൻ, ഇന്റഗ്യുമെന്റ് കവർ ചെയ്യാത്ത മൈക്രോപൈലാർ റീജിയൻ ഉണ്ടല്ലോ, അതൊരു ചെറിയ പോറായിട്ട് സീഡ് കോട്ടിന്റെ അവിടെ റിമെയിൻ ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചാല്, സീഡിന്റെ ജെർമിനേഷൻ നടക്കുന്ന സമയത്ത് സീഡ് മുളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളത്തിലിടുമ്പോൾ ആ വെള്ളത്തിന്റെയും ഓക്സിജന്റെയും എൻട്രീനെ സഹായിക്കുന്നത് ഈ മൈക്രോപൈലാർ ഓപ്പണിംഗ് ആണ്. ഈ സീഡ് മെച്ചുർ ആവുന്ന സമയത്ത് അതിന്റെ വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്ത് സീഡ് ഏകദേശം 10 to 15% മാത്രം മോയ്സ്ചർ കണ്ടന്റ് ഉള്ള ഒരു മാസമായിട്ട് മാറും കേട്ടോ. ഏകദേശം 10 to 15% മാത്രമായിരിക്കും മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലിരിക്കുന്ന ബാക്കി എല്ലാ സെൽസ് ഒക്കെ വയബിൾ ആയിരിക്കും, പക്ഷെ അതിനകത്ത് മെറ്റാബോളിക് ആക്ടിവിറ്റി ഒക്കെ വളരെ സസ്പെൻഡ് ചെയ്ത് ഡോർമൻ സ്റ്റേജിലായിരിക്കും കാണുന്നതെന്ന് പറയുന്നത്. ജനറൽ മെറ്റാബോളിക് ആക്ടിവിറ്റി ഓഫ് ദി എംബ്രിയോ ആൻഡ് ഓൾ ഇറ്റ് വിൽ ബി സ്ലോയിങ് ഡൗൺ. അതായത് ആ ഡോർമൻസി പീരീഡ്, ആ സീഡിന്റെ ഡോർമൻ പീരീഡ് എന്ന് അതിന് പറയുന്നത്. സീഡ് മെച്ചുർ ആകുന്ന സമയത്ത് എംബ്രിയോന്റെ ഹാഫ് ഡെവലപ്മെന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ സീഡ് മെച്ചുറായി സീഡ് ഡെസിക്കേഷൻ സംഭവിക്കും, ഡീഹൈഡ്രേഷൻ സംഭവിച്ച് 10 മുതൽ 15% വരെ മോയ്സ്ചർ കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ മെറ്റാബോളിക് ആക്ടിവിറ്റി ഒക്കെ കംപ്ലീറ്റ് സപ്രസ് ചെയ്ത് വെക്കുന്ന ഒരു സമയമാണത്. അതിനെയാണ് ഡോർമൻസി എന്ന് പറയുന്നത്. ഇത് ഡോർമൻസി സ്റ്റേജിലേക്ക്, ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് എൻട്രി ചെയ്യും. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ, അതായത് ആഡിക്വേറ്റ് മോയ്സ്ചറും ഓക്സിജനും സ്യൂട്ടബിൾ ടെമ്പറേച്ചറും ഒക്കെ വരുമ്പോൾ അത് ജെർമിനേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ ഈ ഭാഗം ഒന്ന് ഞാൻ വായിച്ചു തരാം. Integuments of ovule harden as tough protective seed coats, that is testa and tegmen. The micropyle remains as a small pore in the seed coat. This facilitates entry of oxygen and water into the seed during germination. As the seed matures, its water content is reduced and seed become relatively dry, that is 10 to 15% moisture by mass. The general metabolic activity of the embryo slows down. Embryo may enter a state of inactivity called dormancy, or if favorable conditions are available, adequate moisture, oxygen and suitable temperature is available, they will start germinating. Okay, ഇനി the ovule, when as ovule mature into seed, ഒവ്യൂള് സീഡായിട്ട് മെച്ചുർ ചെയ്യുമ്പോൾ ഓവറിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഓവറി ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അതായത് ഒവ്യൂള് സീഡായിട്ട് ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ ഓവറി ഫ്രൂട്ടായിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത് കാണാം. ഇത് രണ്ടും ഒരേ സമയം നടക്കുന്ന പ്രോസസ്സാണ്. സൈമൾട്ടേനിയസ്ലി ദ ഫ്രൂട്ട് ഓൾസോ വിൽ ബി ഡെവലപ്ഡ്. ഈ വോൾ ഓഫ് ദ ഓവറിയുടെ വോള് വന്നിട്ട് ഫ്രൂട്ടിന്റെ വോൾ ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുക. ഫ്രൂട്ട് വോളിന്റെ നമ്മൾ പെരികാർപ്പ് എന്നാണ് പറയാ. ഈ പെരികാർപ്പ് ഫ്ലഷി ആയിട്ടുള്ള ചില ഫ്രൂട്ട്സ് ആണ് ഗോവ, ഓറഞ്ച്, മാംഗോ. ഇതൊക്കെ ചിലപ്പോൾ അത് ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അത് ഗ്രൗണ്ട് നട്ടിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് നട്ടിന്റെ ആ പുറത്തുള്ള നമ്മളൊരു പുറന്തോട് പൊട്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്നല്ലേ ഗ്രൗണ്ട് നട്ടിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ആ പുറന്തോടിനെ അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. മസ്റ്റർഡിന്റെ ഫ്രൂട്ട് ഏതാണ്? നമ്മൾ കഴിക്കുന്ന മസ്റ്റർഡ് എന്ന് പറയുന്നത് അതിന്റെ സീഡാണ്. അത് പൊട്ടിച്ചെടുക്കുന്നത് ഒരു ഔട്ടർ ഒരു കവറിങ്ങിൽ നിന്നാണ്. അതുപോലെ പീയുടെ നമ്മുടെ പയറില്ലേ, പയറിന്റെ ഫ്രൂട്ട് ഏതാണ്? നമ്മൾ കഴിക്കുന്നത് അതിന്റെ സീഡാണ്. ആ സീഡിനെ കവർ ചെയ്തിരിക്കുന്ന ആ സാധനമാണ് അതിന്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത്. അതൊക്കെ ഡ്രൈ ഫ്രൂട്ടാ, ഫ്ലഷി ഫ്രൂട്ട് അല്ല. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സീഡിന്റെ ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ടാണ്. സീഡ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചു പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ സീഡ് പല ഭാഗത്ത് പോയി അത് മുളച്ചു വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡ്രൈ സീഡ്സ് ഉള്ളത്, ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളത് കേട്ടോ. ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്ന് വാങ്ങിക്കുന്ന ഡ്രൈ ഫ്രൂട്ട് അല്ല, ഉണങ്ങി വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട് അല്ല നമ്മൾ ഉദ്ദേശിച്ചത്. അതിന്റെ പെരികാർപ്പ് ഡ്രൈ ആയിട്ടുള്ളത്
എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ആ പെരികാർപ്പ് ഡ്രൈ ആയിട്ടുള്ള ഇപ്പൊ മസ്റ്റർഡിന്റെ കേസിലാണെങ്കിൽ അതിങ്ങനെ പൊട്ടി അതിന്റെ ആ അടിഭാഗത്തുനിന്ന് ആ തുമ്പറ്റത്തുനിന്ന് ഇങ്ങനെ പൊട്ടി വിടർന്ന് വന്നിട്ട് ആ കടുകെല്ലാം തെറിച്ചു പോവുകയാണ് ചെയ്യുക. അതേപോലെ ബാൾസം എന്ന് പറയുന്ന ചെടിയിൽ കണ്ടിട്ടുണ്ടോ, നമ്മൾ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനെ എന്തോ പൊട്ടി തെറിച്ചു പോണ പോലെ അങ്ങോട്ട് തെറിച്ചു പോകും. അതേപോലെ തന്നെ ഗ്രൗണ്ട് നട്ടിനൊക്കെ ഓരോരോ പേരുണ്ട് കേട്ടോ. ഫ്രൂട്ടിന്റെ ലൊമെന്റം, ലെഗ്യൂം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പേരുണ്ട്. ഞാനത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഡീറ്റെയിൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടവരെ അതൊന്ന് നോക്കുക. നമുക്ക് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ബോർഡ് എക്സാമിന് വേണ്ടാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല കേട്ടോ. അപ്പൊ സീഡ് ഡിസ്പേഴ്സലിന് വേണ്ടിയിട്ട് ഇപ്പൊ പയറൊക്കെ ആണെങ്കിൽ നമുക്കറിയാലോ, പയർ ഇങ്ങനെ നമ്മൾ പറക്കാതെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഡ്രൈ സീസണിലാണെങ്കിൽ അതിങ്ങനെ പൊട്ടി വിണ്ടിട്ട് അതിന്റെ ആ രണ്ട് തൊലി ഇങ്ങനെ വിടർന്ന് അതിൻ്റെ അകത്തുനിന്ന് സീഡ്സ് തെറിച്ചു പോകും. അതേപോലെ തന്നെ വെണ്ടയ്ക്കയുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ക്യാപ്സ്യൂൾ പോലത്തെ ആ സാധനം അങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ വല്ലാതെ ഒരു പൂ പോലെ ഇങ്ങനെ വിരിഞ്ഞു വരും. എന്നിട്ട് അതിന്റെ ഉള്ളിലുള്ള സീഡ് തെറിച്ചു പോകും. അതൊക്കെയാണ് ഈ സീഡ് ഡിസ്പേഴ്സൽ മെക്കാനിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സീഡ് ഡിസ്പേഴ്സൽ മെക്കാനിസം, ഈ ഫ്രൂട്ടിനെ സീഡ് ഡിസ്പേഴ്സൽ മെക്കാനിസം ആയിട്ട് മെക്കാനിസം അനുസരിച്ച് പലതരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എന്താ പറയാ, ഈ സീഡ് ഡിസ്പേഴ്സലിനെ സഹായിക്കുന്നതാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അതേസമയം ഇപ്പൊ മാംഗോ ഒക്കെ എത്ര ഉണങ്ങിയാലും അത് പൊട്ടി സീഡ് പുറത്തേക്ക് തെറിച്ചു പോകുന്നുണ്ടോ? ഇല്ല. ഗോവയുടെ സീഡ് തെറിച്ചു പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനകത്തൊക്കെ ആ സീഡ് ഡിസ്പേഴ്സൽ എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. സാധാരണ അതിന്റെയൊക്കെ സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്ന വേറെ ആനിമൽസ് ഒക്കെയാണ്. അതായത് ഇപ്പോൾ ഏതെങ്കിലും കിളികളൊക്കെ തിന്നിട്ട് പോയി അത് കാഷ്ടിക്കുന്നതിന്റെ ഉള്ളിലുള്ള ആ സീഡായിരിക്കും മുളച്ചു വരിക. അങ്ങനത്തെയൊക്കെ പ്രോസസ്സാണ് അവിടെ നടക്കുക. പക്ഷെ ഈ ഡ്രൈ ഫ്രൂട്ട്സിന്റെ കേസിൽ അത് പൊട്ടിയിട്ട് ഡിസ്പേഴ്സൽ മെക്കാനിസം ഉണ്ട് കേട്ടോ. ഈ ഫ്രൂട്ട്സിനെ അതിന്റെ ഡിസ്പേഴ്സൽ മെക്കാനിസം അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമ്മൾ കാണുന്നതാണ്. പക്ഷെ കാണുന്നുണ്ട് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചത് എന്താ പറയുക, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുകയായിരിക്കും നല്ലത്. കാരണം ഇവിടെ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മളത് പഠിച്ചിട്ടുണ്ടാവണമല്ലോ കേട്ടോ. ഇനി എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ ഒവ്യൂളും അതുപോലെ തന്നെ ഓവറിയുടെ നമ്പറും തമ്മിൽ, സീഡ്സും ഫ്രൂട്ട്സും തമ്മിൽ? അതായത് എത്ര ഒവ്യൂൾ ഉണ്ടോ അത്രയും സീഡ് ഉണ്ടാവും, എത്ര ഓവറി ഉണ്ടോ അത്രയും ഫ്രൂട്ട് ഉണ്ടാവും അല്ലെ? അങ്ങനെയല്ലേ ശരിക്കും റിലേഷൻഷിപ്പ് വരുന്നത്? കാരണം എന്താ, ഒവ്യൂള് സീഡായിട്ടും മാറും, ഓവറി ഫ്രൂട്ടായിട്ടും ആണ് മാറുന്നത്. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. ആസ് ഒവ്യൂൾ മെച്യൂർ ഇൻ ടു സീഡ്സ് ദ ഓവറി ഡെവലപ്പ് ഇൻ ടു എ ഫ്രൂട്ട്. ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഒവ്യൂൾ ഇൻ ടു സീഡ്സ് ആൻഡ് ഓവറി ഇൻ ടു ഫ്രൂട്ട് proceeds simultaneously. The wall of the ovary develops into the wall of fruit called pericarp. The fruits may be fleshy as in guava, orange, mango, etc. or may be dry as in groundnut and mustard, etc. Many fruits have evolved mechanisms for dispersal of seeds. Recall the classification of fruits and their dispersal mechanisms that you have studied in an earlier class. Is there any relationship between number of ovules in an ovary and the number of seeds present in a fruit? ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. മോസ്റ്റ് പ്ലാന്റ്സിൽ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന, ഓവറിൽ നിന്ന് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന അതേ സമയം തന്നെ ഫ്ലോറൽ പാർട്ട് എല്ലാം ഡീജനറേറ്റ് ചെയ്ത് വീണു പോകുന്നത് നമുക്ക് കാണാം. പക്ഷെ ചില സ്പീഷീസിൽ ലൈക്ക് ആപ്പിൾ, സ്ട്രോബെറി, കാഷ്യൂ ഇതിനകത്തൊക്കെ തലാമസ് ആണ് ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ തലാമസ് കൊഴിഞ്ഞു പോകുന്നില്ല, തലാമസ് എന്തായിട്ട് മാറും, ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അങ്ങനത്തെ ഫ്രൂട്ട്സിന് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്നാണ് പറയാ. ഇവിടെ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട് 2.15b. ഇത് കണ്ടോ, ഇതിന്റെ തലാമസ് ഈ സ്ട്രോബെറിയുടെയും അതേപോലെ തന്നെ ആപ്പിളിന്റെയും ഇതാണ് ഇതിന്റെ തലാമസ് എന്ന് പറയുന്നത് കേട്ടോ. ഇതിന്റെ സീഡ് ഈ കാണുന്നതാണ് കേട്ടോ. ഇതാണ് ഇതിന്റെ സീഡ് എന്ന് പറയുന്നത്. ഇതിന്റെ മീസോകാർപ്പ് അല്ലെങ്കിൽ പെരികാർപ്പ്, എൻഡോകാർപ്പ്, മീസോകാർപ്പ്, എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്ന് 3 ഭാഗമായിട്ടാണ് ഈ പെരികാർപ്പിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അകത്ത് മീസോകാർപ്പ് എന്ന് പറയുന്നത് ഈ റീജിയനാണ്. എൻഡോകാർപ്പ് എന്ന് പറയുന്ന ഈ സീഡിനെ കവർ ചെയ്തിട്ട് കാണുന്ന ഈ വളരെ ഹാർഡ് ആയിട്ടുള്ള ഈ റീജിയനാണ്. ഇതിന്റെ ചുറ്റും നമ്മൾ കഴിക്കുന്ന പോർഷൻ ഏതാണ്? അതിന്റെ തലാമസ് ആണ്. അതുകൊണ്ടാണ് തലാമസ് ഡെവലപ്പ് ആയിട്ട് ഫ്ലഷി ഫ്രൂട്ട് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഫോൾസ് ഫ്രൂട്ട് എന്നാ പറയാം. അതേപോലെ ഈ സ്ട്രോബെറിയിൽ നോക്കിക്കേ, സ്ട്രോബെറിയിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോകാർപ്പസ് ഓവറി ആണ് കേട്ടോ ഉള്ളത്. എപ്പോകാർപ്പസ് ഓവറി അറേഞ്ച് ചെയ്തേക്കുന്നത് ഈ തലാമസുമയാണ്. ഈ തലാമസ് ആണ് ഈ ഫ്ലഷി എഡിബിൾ ആയിട്ടുള്ള നമ്മൾ കഴിക്കുന്നത്. ഇതിന്റെ ഓരോ ഓവറിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഓരോ ഓവറിയും ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇതിനുള്ളത്. ഈ ഫ്രൂട്ടിന്റെ ഉള്ളില് സീഡ് ഫ്രൂട്ടിനോട് അറ്റാച്ച് ചെയ്യാതെ
ഫ്രീ ആയിട്ട് കാണുന്നതാണ്. ആ തരത്തിലുള്ള ഫ്രൂട്ടിനെ നമ്മൾ അക്കീൻ എന്നാണ് പറയാ. ആ തരത്തിലുള്ള ഫ്രൂട്ടിന് നമ്മൾ പറയുന്ന പേരാണ് അക്കീൻ. ഇതിന്റെ തലാമസ് ആണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഫ്ലഷി എഡിബിൾ പോർഷൻ ആയിട്ട് ഡെവലപ്പ് ചെയ്ത്. അപ്പൊ ഇത് രണ്ടും എന്താണ്? ഫോൾസ് ഫ്രൂട്ട് ആണ് കേട്ടോ. ഓർത്തിരുന്നോളണം, ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഓവറിന്ന് അല്ലാതെ വേറെ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്നതിനാണ് നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ആപ്പിളിന്റെ തലാമസ്, സ്ട്രോബെറിയുടെ തലാമസ്, ആപ്പിളിന്റെ ഫ്രൂട്ടിന് സ്ട്രോബെറിയുടെ ഫ്രൂട്ടിന് പറയുന്ന അക്കീൻ എന്നാണ്. ഇവിടെ അക്കീൻ എന്ന് പറയുന്നത് ഈ തലാമസ് അല്ല കേട്ടോ. ഇതാ ഇവിടെ വരച്ചു വെച്ചേക്കുന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതാണ് അതിന്റെ അക്കീൻ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ അക്കീൻ. ഈ സാധനമാണ് അതിന്റെ അക്കീൻ എന്ന് പറയുന്നത് കേട്ടോ. അത് ഓർത്തിരുന്നോളാം. ഈ അക്കീൻ എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട് ആണ്. ഡ്രൈ ഫ്രൂട്ടിന്റെ ഉള്ളില് സീഡ് ഫ്രൂട്ടിന്റെ വോളിനെ ടച്ച് ചെയ്യാതെ ആയിരിക്കും കാണുന്നത് കേട്ടോ. അതാണ് ഈ സ്ട്രോബെറിയിൽ കാണുന്ന അക്കീൻ. ഇതൊരിക്കൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, മറ്റേ നീറ്റ് എക്സാമിനൊക്കെ ചോദിച്ച ക്വസ്റ്റനാ. അപ്പൊ അത് അവിടെ കണ്ടോ, ഈ അക്കീൻ എന്നൊരു വേർഡൊക്കെ അവിടെ കൊടുത്തേക്കുന്നതുകൊണ്ടാ. ഞാനിപ്പോ ബോർഡിന്റെയാണ് പഠിപ്പിക്കുന്നെങ്കിലും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി വിൽ ഗോ ബാക്ക് ടു ദ സെയിം പേജ്. ഓക്കെ, അപ്പോ തലാമസിന്ന് അല്ലെങ്കിൽ ഓവറിന്ന് അല്ലാതെ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നതിന് ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയും. മോസ്റ്റ് ഓഫ് ദ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഓവറിന്നാണ്. അതിനെ നമ്മൾ ട്രൂ ഫ്രൂട്ട് എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. മോസ്റ്റ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഓവറിന്നാണ്, അതുകൊണ്ട് അതിനെ ട്രൂ ഫ്രൂട്ട് എന്ന് പറയും കേട്ടോ. ഇനി മോസ്റ്റ് ഓഫ് ദ സ്പീഷീസിൽ ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോഴാണ് ഉണ്ടാവുന്നതെങ്കിലും ചില സ്പീഷീസിൽ ഫെർട്ടിലൈസേഷന് മുമ്പ് ഫ്രൂട്ട് ഉണ്ടാവുന്ന കാണാം. ഓക്കെ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫ്രൂട്ട് ഉണ്ടാവുന്നതാണ്. അങ്ങനെ കാണുന്ന ഫ്രൂട്ട്സിനെ നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്നാണ് പറയാം. അങ്ങനെ കാണുന്ന ഫ്രൂട്ട്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്നാണ്. ബനാന ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ് കേട്ടോ. ബനാന ഒരു പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ്. പാർത്തനോകാർപ്പി ഒന്നുപോലെ ഇൻഡ്യൂസ് ചെയ്യുന്നതാവാം ചില ഗ്രോത്ത് ഹോർമോൺ വെച്ച് സീഡ്ലെസ് ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്നതാവാം. ബനാനയുടെ കേസിൽ അത് ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ട്രിപ്ലോയിഡ് കണ്ടീഷൻ കൊണ്ടുവന്നിട്ടാണ് അതിന്റെ അകത്ത് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ബനാനയില് പാർത്തനോകാർപ്പി ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ട്രിപ്ലോയിഡ് കണ്ടീഷൻ കൊണ്ടുവന്നിട്ടാണ്. ട്രിപ്ലോയിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സെല്ലിന്റെ ഉള്ളില് 3 സെറ്റ് ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഗ്യാമീറ്റ് ഫോർമേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കില്ല. അങ്ങനെയാണ് ബനാനയില് ഈ പറയുന്ന സീഡ്ലെസ് ബനാന ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ കല്ലുവാഴ എന്ന് കേട്ടിട്ടുണ്ടോ? കല്ലുവാഴ എന്ന് പറയുന്നതാണ് ശരിക്കുള്ള അതിന്റെ വൈൽഡ് ടൈപ്പ് ഓഫ് ബനാന എന്ന് പറയുന്നത്. അതിന്റെ ആ കല്ലെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? അതിന്റെ ഫ്രൂട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സീഡിനെയാണ് അതിന്റെ കല്ലെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫ്രൂട്ടിന്റെ ഉള്ളിലിരിക്കുന്ന സീഡിനെയാണ് അതിന്റെ കല്ല് എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ആ സീഡ് ഉള്ള ബനാന കഴിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സീഡ്ലെസ് ബനാന ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഹോർമോൺ കൊണ്ടല്ല, അത് ട്രിപ്ലോയിഡ് ഇൻഡ്യൂസ് ചെയ്യിപ്പിച്ചിട്ടുള്ള. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ട്രീറ്റ്മെന്റിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ട്രിപ്ലോയിഡ് ആയിട്ടുള്ള ബനാനയുടെ റൈസോം കൊണ്ട് നട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന സീഡ്ലെസ് ബനാന തന്നെയാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഈ സീഡ്സ് ഉള്ളത് ആൻജിയോസ്പേമിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ഇതിന്റെ ഈ ഒരു ഭാഗം നമുക്കൊന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. In most plants, by the time the fruit develops from the ovary, other floral parts degenerate and fall off. However, in a few species such as apple, strawberry, cashew-ന്റെ ശരിക്കും പറഞ്ഞാൽ ഫ്ലഷി എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അതിന്റെ പെഡിസലാണ് കേട്ടോ. ആ കശുമാമ്പഴം എന്ന് പറയുന്ന സാധനമില്ലേ, കശുമാമ്പഴം എന്ന് പറയുന്നത് അതിന്റെ പെഡിസലാണ്. പൂവിന്റെ സ്റ്റോക്കാണ് ആ കശുമാമ്പഴമായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതും ഓവറിന്നല്ല ഉണ്ടാവുന്നത് കേട്ടോ. The thalamus also contribute to fruit formation. Such fruits are called as false fruit. Most fruits, however, develop only from the ovary and are called as true fruit. Although in most of the species, fruits are the result of fertilization, there are a few species in which fruits develop without fertilization. Such fruits are called parthenocarpic fruits. Banana is one such example. Parthenocarpy can be induced through the application of growth hormone and such fruits are seedless. Okay, ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നമുക്ക് നോക്കാം. സീഡ്സ് സാധാരണ ഒരുപാട് അഡ്വാൻറ്റേജസ് ആൻജിയോസ്പേമിന് കൊടുക്കുന്നുണ്ട്. അതിന്റെ ഫസ്റ്റ് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഈ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ് കൊണ്ട് പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. അത് വാട്ടറിന് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് നടക്കുന്നത് അല്ലെ. അത് റീപ്രൊഡക്റ്റീവ് പ്രോസസ് സച്ച് ആസ് പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ആസ് ഇൻഡിപെൻഡന്റ് ഓഫ് വാട്ടർ. സീഡ് ഫോർമേഷൻ ഈസ് മോർ ഡിപ്പെൻഡബിൾ. അതിന്
അതിന് സീഡ് ഫോർമേഷൻ ആണ് ഏറ്റവും ഡിപ്പെൻഡബിൾ ആയിട്ട് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ട്? റീപ്രൊഡക്ഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്. അതേപോലെ സീഡ്സിന് ബെറ്റർ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട്, അതിന് ഡിസ്പേഴ്സൽ മെക്കാനിസം ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇപ്പൊ ഒരു അഡ്വേഴ്സ് കണ്ടീഷൻ വന്നാലും ആ സ്പീഷീസിന് സർവൈവ് ചെയ്യാൻ, അതർ ഏരിയസിലേക്ക് കോളനൈസ് ചെയ്യാനും അഡ്വേഴ്സ് കണ്ടീഷൻ വന്നാൽ അതിന് ഡോർമൻ സ്റ്റേജിൽ ഇരിക്കാനും ഈ സീഡ് ഉള്ളത് കൊണ്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ സീഡിന്റെ ഉള്ളിൽ സഫീഷ്യന്റ് ഫുഡ് റിസർവ് ഉണ്ട്. യങ് സീഡ്ലിങ്സിൽ ആ സീഡിന്റെ ഉള്ളിലിരിക്കുന്ന ഫുഡാണ് അതിനെ നറിഷ് ചെയ്യുന്നത് കേട്ടോ. അത് എന്താണ്, സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിയുന്ന ആ സമയം വരെ അതിനെ നറിഷ് ചെയ്യുന്നത് ആരാണ്? അതിന് ഫുഡ് കൊടുക്കുന്നത് ആരാണ്? ഈ പറയുന്ന ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഫുഡ് റിസർവ് ആണ്. അതിന്റെ ഹാർഡ് സീഡ് കോട്ട് പ്രൊട്ടക്ഷൻ, എംബ്രിയോന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതാണ്. അതേപോലെ ഈ പറയുന്ന സീഡ് ഫോർമേഷൻ കൊണ്ട് ജനറ്റിക് റീകോമ്പിനേഷൻ നടക്കുകയും അതുപോലെ വേരിയേഷൻസ് ഉണ്ടാക്കുകയും അത് എവല്യൂഷന് കാരണമാവുകയും അഡ്വേഴ്സ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാൻ പ്ലാന്റ്സിന് സഹായിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഈ സീഡ് ഫോർമേഷൻ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ സീഡ് ഫോർമേഷന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സീഡ്സ് ഓഫർ സെവറൽ അഡ്വാൻറ്റേജസ് ടു ആൻജിയോസ്പെർം. ഫസ്റ്റ്ലി, സിൻസ് റീപ്രൊഡക്റ്റീവ് പ്രോസസ്സസ് സച്ച് ആസ് pollination and fertilization are independent of water, seed formation is more dependable. പോളിനേഷനും ഫെർട്ടിലൈസേഷനും വാട്ടറിന് ഡിപ്പെൻഡന്റ് അല്ലാത്തത് കൊണ്ട് സീഡ് ഫോർമേഷൻ ആണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താ, ഈ ഫെർട്ടിലൈസേഷനും പോളിനേഷനും വാട്ടറിന് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അപ്പം തന്നെ എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? പുതിയ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇത് എന്താണ്, പോളിനേഷനും ഫെർട്ടിലൈസേഷനും വാട്ടറിന് ഡിപ്പെൻഡന്റ് അല്ലാത്തതുകൊണ്ട് ഡ്രൈ കണ്ടീഷനിലായതുകൊണ്ട് എന്ത് പറ്റുന്നറിയോ, അതിന് അതുപോലത്തെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്ത് പിന്നെ അത് വെള്ളത്തിൽ വീണ് അല്ലെങ്കിൽ അതിൽ നിന്ന് മുളച്ചു വന്നിട്ടൊക്കെ വേണം. അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവുന്ന എന്തുകൊണ്ടാണ്? ഈ സീഡ് അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ സീഡിന് ബെറ്റർ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഉണ്ട് എന്തില്? ഡ്രൈ കണ്ടീഷനിൽ കേട്ടോ. ഓൾസോ സീഡ്സ് ഹാവ് ബെറ്റർ അഡാപ്റ്റീവ് സ്ട്രാറ്റജീസ് ഫോർ ഡിസ്പേഴ്സൽ ടു ന്യൂ ഹാബിറ്റാറ്റ് ആൻഡ് ഹെൽപ്പ് ദ സ്പീഷീസ് to colonize in other areas. As they have sufficient food reserves, young seedlings are nourished until they are capable of photosynthesis on their own. The hard seed coat provide protection to the young embryo. Being products of sexual reproduction, they generate new genetic combinations leading to variation. അപ്പോൾ ഇതൊക്കെ സീഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജസ് ആണ് കേട്ടോ. ഇനി നമ്മുടെ അഗ്രികൾച്ചറിന്റെ ബേസിസ് എന്ന് പറയുന്ന സീഡ് തന്നെയാണ്. അതായത് ഡീഹൈഡ്രേഷനും ഡോർമൻസിയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള ഈ മെച്യൂർ സീഡ് അത് സ്റ്റോറേജിന് കേപ്പബിൾ ആയതുകൊണ്ട് അത് നമുക്ക് എന്താണ്, ഫുഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ, നമ്മൾ കഴിക്കുന്ന ഗ്രെയിൻസ്, അതായത് നമ്മൾ കഴിക്കുന്ന ഗോതമ്പാണെങ്കിലും അതുപോലെ തന്നെ റൈസ് ആണെങ്കിലും ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ കഴിയുന്ന എന്തുകൊണ്ടാണ്? ഈ സീഡ് ഡെസിക്കേറ്റഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ നടന്ന് അതിനെ സ്റ്റോർ ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ പുതിയ നെക്സ്റ്റ് സീസണിൽ ഒരു പുതിയ പ്ലാന്റ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതും അതുകൊണ്ടാണ്, ഈ സീഡ് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇനി സീഡ് ഇല്ലായിരുന്നെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഡെവലപ്മെന്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം നമുക്കൊന്നും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പപ്പ കൃഷി ചെയ്ത് നമ്മൾ എടുക്കേണ്ടി വരുമായിരുന്നു. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല അടുത്ത സീസണിൽ കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട്, അല്ലെ. അപ്പൊ സീഡ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് നെക്സ്റ്റ് ജനറേഷനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് സീസണിലേക്ക് ഇതിനെ കൃഷിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, പിന്നെ ചില സീഡ്സ് ഉണ്ട് കേട്ടോ, വിച്ച് ജെർമിനേറ്റ് സ്ട്രെയിറ്റ് അവേ സൂൺ ആഫ്റ്റർ ഫോർമേഷൻ ആൻഡ് കൻ നോട്ട് ബി സ്റ്റോർഡ്. അങ്ങനത്തതും ഉണ്ട്. സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ചില സീഡ്സും ഉണ്ട്, സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സീഡ്സ് ആണ് അധികവും. അതാണ് അതിന്റെ അഡ്വേഴ്സ് കണ്ടീഷനിൽ സർവൈവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. സീഡ് ഈസ് ദ ബേസിസ് ഓഫ് അവർ അഗ്രികൾച്ചർ. ഡീഹൈഡ്രേഷൻ ആൻഡ് ഡോർമൻസി ഓഫ് മെച്യൂർ സീഡ്സ് ആർ ക്രൂഷ്യൽ ഫോർ സ്റ്റോറേജ് ഓഫ് സീഡ്സ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ആസ് ഫുഡ് throughout the year and also to raise crop in the next season. Can you imagine agriculture in the absence of seeds or in the presence of seeds which germinate straight away soon after formation and cannot be stored?
എത്ര നാള്, ഹൗ ലോങ് ഡു ദ സീഡ്സ് റിമെയിൻ അലൈവ് ആഫ്റ്റർ ദേ ആർ ഡിസ്പേഴ്സ്ഡ്? ഒരു സീഡ് ഡിസ്പേഴ്സ് ചെയ്തതിന് ശേഷം എത്ര നാൾ അത് അലൈവ് ആയിട്ട് നിൽക്കും? ആ പീരീഡ് ഓരോ സീഡിലും ഗ്രേറ്റ്ലി ഇറ്റ് വേരി അല്ലെ. ഓരോ സീഡിലും അതിന്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ അതിന്റെ വയബിലിറ്റി എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് വേരി ചെയ്തിരിക്കും. ചില സ്പീഷീസിൽ സീഡ്സ് അതിന്റെ വയബിലിറ്റി വിത്തിൻ ഫ്യൂ മന്ത്സ് ലൂസ് ചെയ്യും. അതേപോലെ ചില പ്ലാന്റ്സിൽ ലാർജ് നമ്പർ ഓഫ് സ്പീഷീസിൽ അതിന്റെ വയബിലിറ്റി വന്നിട്ട് സെവറൽ ഇയേഴ്സ് നിലനിൽക്കും കേട്ടോ. ചില സീഡ്സ് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് അതിന്റെ വയബിലിറ്റി കാണിക്കുന്നതാണ്. ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞാലും അതിനെ നമ്മൾ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുളച്ചു വരുന്നതാണ്. ദർ ആർ സെവറൽ റെക്കോർഡ് ഓഫ് വെരി ഓൾഡ് എറ്റ് വയബിൾ സീഡ്. വളരെ പഴയതാണ് എന്നാൽ ഇപ്പോഴും വയബിലിറ്റി കാണിക്കുന്ന സീഡ്സിന്റെ റെക്കോർഡ് നമുക്കുണ്ട്. ദ ഓൾഡസ്റ്റ് എന്ന് പറയുന്നത് ലൂപ്പൈൻ അല്ലെങ്കിൽ ലൂപ്പിനസ് ആർക്ടിക്കസ് എന്നാണ് അതിന്റെ സയന്റിഫിക് നെയിം. അത് എക്സ്കാവേറ്റഡ് ഫ്രം ആർക്ടിക് ടുണ്ട്ര, അതായത് ആർട്ടിക് ടുണ്ട്ര റീജിയനിൽ നിന്ന് ഖനനം ചെയ്തെടുത്തിട്ടുള്ള ലൂപ്പിനസ് ആർട്ടിക്കസ് അത് ഒരുപാട് നാളുകൾ വയബിലിറ്റി കാണിക്കുന്നതാണ് കേട്ടോ. അതായത് ഒരുപാട് കാലപ്പഴക്കം ചെന്നാണ് വെരി ഓൾഡസ്റ്റ് എന്ന് കണക്കാക്കപ്പെടുന്നത്. ഈ ദ സീഡ് ജെർമിനേറ്റഡ് ആൻഡ് ഫ്ലവേർഡ് ആഫ്റ്റർ ആൻ എസ്റ്റിമേറ്റഡ് റെക്കോർഡ് ഓഫ് 10,000 ഇയേഴ്സ് ഓഫ് ഡോർമെൻസി. ഓക്കെ, 10,000 ഇയേഴ്സ് ഓഫ് ഡോർമെൻസി കഴിഞ്ഞ ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന പ്ലാന്റിന്റെ സീഡ് ആർട്ടിക് ടുണ്ട്രയിൽ നിന്ന് ഖനനം ചെയ്തെടുത്തത് ഇന്നും മുളയ്ക്കാൻ കേപ്പബിലിറ്റി ഉള്ള വയബിലിറ്റി ഉള്ള സീഡാണെന്നാണ് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഒരു റീസെന്റ് റെക്കോർഡ് 2000 ഇയർ ഓൾഡ് വയബിൾ സീഡ് ഡേറ്റ് പാം ഫോണിക്സ് ഡക്റ്റിലിഫെറ അത് കണ്ടുപിടിച്ചിട്ടുള്ളത് ആർക്കിയോളജിക്കൽ എക്സ്കാവേഷൻ, അതായത് പുരാവസ്തു ഖനനം ചെയ്യുന്ന സമയത്ത് കിങ് ഹെറോഡ്സ് പാലസ് നിയർ ദ ഡെഡ് സീന്റെ അടുത്ത് കിങ് ഹെറോഡ്സ് പാലസിൽ പുരാവസ്തു ഖനനം ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിച്ചതാണ് ഈ ഡേറ്റ് പാം അതായത് ഫോണിക്സ് ഡക്റ്റിലിഫെറ എന്ന ഗ്രൂപ്പിൽ വരുന്ന ഡേറ്റ് പാമിന്റെ സീഡ് 2000 ഇയർ ഓൾഡ് ആണ്. അത് സ്റ്റിൽ വയബിൾ ആണെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് കേട്ടോ. സി ഹിയർ വി വിൽ ജസ്റ്റ് റീഡ് ദിസ് പാരഗ്രാഫ്. ഹൗ ലോങ് ഡു ദ സീഡ്സ് റിമെയിൻ അലൈവ് ആഫ്റ്റർ ദേ ആർ ഡിസ്പേഴ്സ്ഡ്? This period again varies greatly. In a few species, the seeds lose viability within a few months. Seeds of a large number of species live for several years. Some seeds can remain alive for hundreds of years. There are several records of very old yet viable seeds. The oldest is that of lupine, Lupinus arcticus, excavated from Arctic tundra. The seed germinated and flowered after an estimated record of 10,000 years of dormancy. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡോർമെൻസി കാണിക്കുന്ന, ഏറ്റവും കൂടുതൽ ഡോർമെൻസി കഴിഞ്ഞത് വയബിൾ ആയിട്ടിരിക്കുന്നതാണ് ലൂപ്പൈൻ അല്ലെങ്കിൽ ലൂപ്പിനസ് ആർട്ടിക്കസ് എന്ന പ്ലാന്റിന്റെ സീഡ്. എ റീസെന്റ് റെക്കോർഡ് ഓഫ് 2000 ഇയർ ഓൾഡ് വയബിൾ സീഡ് ഈസ് ഓഫ് ദ ഡേറ്റ് പാം, that is Phoenix dactylifera, discovered during the archaeological excavation at King's Herod's Palace near the Dead Sea. കേട്ടോ. ഇനി ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ ബ്രീഫ് അക്കൗണ്ട് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ, നമ്മൾ ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ കഴിഞ്ഞപ്പോൾ ഈ എനോർമസ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി, ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ എനോർമസ് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ്. ഹൗ മെനി എഗ്സ് ആർ പ്രസന്റ് ഇൻ ആൻ എംബ്രിയോ സാക്ക്? ഒരു എംബ്രിയോ സാക്കിൽ എത്ര എഗ്ഗ് കാണും? ഒരു എഗ്ഗേ കാണുള്ളൂ. ഹൗ മെനി എംബ്രിയോ സാക്ക് ആർ പ്രസന്റ് ഇൻ ആൻ ഒവ്യൂൾ? ഒരു ഒവ്യൂളിൽ എത്ര എംബ്രിയോ സാക്ക് കാണും? ജനറലി ഒരു എംബ്രിയോ സാക്കേ ഒരു ഒവ്യൂളിന്റെ അകത്ത് കാണാറുള്ളൂ. ഹൗ മെനി ഒവ്യൂൾസ് ആർ പ്രസന്റ് ഇൻ ആ ഓവറി? ഇറ്റ് ഡിപ്പെൻഡ്സ്. ചിലപ്പോൾ ഒരു ഒവ്യൂളേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഒവ്യൂൾസ് ഉണ്ടാവും അല്ലെ. ഒരു ഒവ്യൂൾ ഉള്ളതിന്റെ ഉള്ളിൽ ആ ഫ്രൂട്ടിന് ഒരു സീഡേ ഉണ്ടാവുള്ളൂ. ഒന്നിൽ കൂടുതൽ ഒവ്യൂൾസ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ സീഡ്സ് ഉണ്ടാവും. ഓരോ ഒവ്യൂൾ മാത്രമുള്ളതിന് എക്സാമ്പിളാണ് മാംഗോ. മൾട്ടിപ്പിൾ സീഡ്സ് ഉണ്ടാകുന്നതിന് എക്സാമ്പിളാണ് പപ്പായ. ഇനി ഹൗ മെനി ഓവറീസ് ആർ പ്രസന്റ് ഇൻ എ ടിപ്പിക്കൽ ഫ്ലവർ? ഒന്നിൽ കൂടുതൽ ഓവറീസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് മോണോകാർപ്പിലറി ആൻഡ് പോളികാർപ്പിലറി. പോളികാർപ്പിലറി, എപ്പോകാർപ്പസ്, സിൻകാർപ്പസ് കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ ഒന്നിൽ കൂടുതൽ ഓവറീസ് ഉണ്ടാവാം, ഒന്നിൽ കൂടുതൽ ഒവ്യൂൾസ് ഉണ്ടാവാം. ഒരു ഒവ്യൂളില് ഒരു എംബ്രിയോസാക്കേ ഉണ്ടാവുള്ളൂ, ഒരു എംബ്രിയോസാക്കിൽ ഒരു എഗ്ഗേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതേപോലെ ഒരു ട്രീയിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാവും? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഒരു ട്രീയിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാവാന്ന് ചോദിച്ചാൽ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് പറയാനായിട്ട് അല്ലെ. ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവും. ഇനി ചിലപ്പോൾ ഒരു ഫ്ലവർ മാത്രം ഉണ്ടാവുന്ന ചെടികളും ഉണ്ടാവാം,
ഓക്കെ. ഇനി ചില പ്ലാന്റ്സിന്റെ ഫ്രൂട്ട്സിൽ വെരി ലാർജ് നമ്പർ ഓഫ് സീഡ്സ് ഉണ്ടാവും. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് ഓർക്കിഡ് ഫ്രൂട്ട്. ഓർക്കിഡ് ഫ്രൂട്ടിൽ ഒരുപാട് ഒരു ഫ്രൂട്ടിന്റെ ഉള്ളിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ടൈനി സീഡ്സ് ഉണ്ടാവും. ഈ ടൈനി സീഡ്സ് ദാറ്റ് ഈസ് അണ്ടർ ഗോയിങ് ആനിമോകോറി. ആനിമോകോറി എന്ന് പറഞ്ഞാൽ സീഡ് ഡിസ്പേഴ്സൽ വിൻഡ് വഴി നടക്കുന്നതിന് ആനിമോകോറി എന്ന് പറയുന്നത്. ആനിമോകോറി വഴി സീഡ് ഡിസ്പേഴ്സൽ നടക്കണമെങ്കിൽ സീഡിന് കനം കുറവായിരിക്കണം. സോ ദിസ് സീഡ് ഇറ്റ് ഈസ് നോൺ എൻഡോസ്പെർമസ്. ആക്ച്വലി ഓർക്കിഡ് ഒക്കെ മോണോകോട്ടിലിഡിനസ് പ്ലാന്റ്സ് ആ. മോണോകോട്ട്സിൽ എൻഡോസ്പെർമ ഉണ്ടാവും, പക്ഷെ ഇവിടെ മോണോകോട്ടിലെ എൻഡോസ്പെർമ ഇല്ലാത്തതിനൊരു എക്സാമ്പിൾ ആണ് ഓർക്കിഡ് കേട്ടോ. അതേപോലെ തന്നെ ചില പാരസൈറ്റിക് സ്പീഷീസ് സച്ചാസ് ഒറോബാങ്കെ ആൻഡ് സ്ട്രൈഗ അവരും പ്രൊഡ്യൂസ് ചെയ്യും ഒരുപാട് ടൈനി സീഡ്സ്, വളരെ ചെറിയ സീഡ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഹാവ് യു സീൻ എ ടൈനി സീഡ് ഓഫ് ഫൈക്കസ്? ഫൈക്കസ് എന്നൊക്കെ പറയുന്നത് ഈ ആൽ വർഗ്ഗങ്ങളിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. അതിന്റെ സീഡ് വളരെ ചെറുതാണ്, ഒരു പൂക്കുലയായിട്ടാണ് അതുണ്ടാവുന്നത് അല്ലെ. ആ പൂക്കുല എന്ന് പറയുന്ന ഹൈപ്പാന്തോഡിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസ് നമ്മൾ പഠിച്ചത്. ഹൈപ്പാന്തോഡിയം ടൈപ്പ് ഓഫ് ഇൻഫ്ലോറസൻസിൽ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ന്യൂട്ടർ ഫ്ലവേഴ്സും ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് ഫീമെയിൽ ഫ്ലവേഴ്സിലിരിക്കുന്ന ഒവ്യൂള് മെച്ചുറായിട്ടാണ് സീഡായിട്ട് മാറുന്നത്. ആ സീഡ് വളരെ ടൈനി ആയിരിക്കും. അപ്പോൾ ഒന്ന് ആലോചിക്കുക, അത്രയും ചെറിയ സീഡിനകത്ത് നിന്ന് ഇത്രയും വലിയ ട്രീ ഉണ്ടാവുന്നുണ്ട് അല്ലെ. അതേപോലെ ഹൗ മെനി ബില്യൺസ് ഓഫ് സീഡ്സ് ഡസ് ഈച്ച് ഫൈക്കസ് ട്രീ പ്രൊഡ്യൂസ്? ഒരുപാട് ബില്യൺസ് ഓഫ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അതേപോലെ തന്നെ വളരെ കുഞ്ഞ് സ്ട്രക്ചർ, വളരെ ടൈനി ആയിട്ടുള്ള സ്ട്രക്ചർ വലിയ വലിയ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേറൊരു എക്സാമ്പിൾ ആണ് ഈ പറയുന്ന ജാക്ക് ഫ്രൂട്ട്. ജാക്ക് ഫ്രൂട്ടിന്റെ ആ സീഡ് എത്രയുണ്ട്? വളരെ ചെറുതാണ്, പക്ഷെ അത് ഒരു വലിയ മരമായിട്ട് മുളച്ചു വരും അല്ലെ. അതേപോലെ തന്നെ മാംഗോന്റെ സീഡ് വളരെ ചെറുതാണ്, പക്ഷെ അതിൽ നിന്നാണ് ആ വലിയ മരം ഉണ്ടാവുന്നത്. സോ ഹിയർ വി വിൽ ജസ്റ്റ് റീഡ് ദ പാരഗ്രാഫ്. ആഫ്റ്റർ completing a brief account of sexual reproduction of flowering plants, it would be worth attempting to comprehend the enormous reproductive capacity of some flowering plants by asking the following questions. How many eggs are present in an embryo sac? 1. How many embryo sacs are present in an ovule? 1. How many ovules are present in an how many ovules are present? How many ovules are present in an ovary? ഒന്നോ അതിൽ കൂടുതലോ ovules ഉണ്ടാവാം. How many ovaries are present in a typical flower? Depends. Monocarpillary and polycarpillary. How many flowers are present in a tree? And so on. Can you think of some plants in which fruits contain very large number of seeds? Orchid fruits are one such category, and each fruit contains thousands of tiny seeds. Similar is the case in fruits of some parasitic species such as Orobanche and Striga. Orobanche and Striga ഇത് രണ്ടും Orobanchaceae ഫാമിലിയിൽ വരുന്ന ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്. അതിന് രണ്ടും പാരസൈറ്റിക് പ്ലാന്റ് ആണ് കേട്ടോ. Have you seen a tiny seed of ficus? How long is the tree of ficus developed from that tiny seed? How many billions of seeds does each ficus tree produce? Can you imagine any other example in which such a tiny structure can produce such a large biomass over the years? ഓക്കെ, അപ്പോൾ ഇത് സീഡിനെ പറ്റിയിട്ട് നമ്മൾ ഇത്രയാണ് പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് സെഷനിൽ അപ്പോമിക്സിസ് ആൻഡ് പോളി എംബ്രിയോണി വി വിൽ സ്റ്റഡി. ഓക്കെ.